നമസ്കാരം. ഞാനിന്ന് ഒരു നോൺ വെജ് അല്ല കേട്ടോ, എന്നാലും നോൺ വെജ് ഫീൽ ചെയ്യുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സോയ ചങ്ക്സ് ആണ്. അപ്പോൾ സോയ ചങ്ക്സ് എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം തിളപ്പിക്കാം കേട്ടോ. വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പിടണം, കുറച്ച് ഉപ്പിട്ട് വരെ. ഇത് വേവിക്കാനാണ് ഈ സോയ ചങ്ക്സ്. എന്നിട്ട് ഇത് നമുക്ക് ഇടാം കേട്ടോ. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. തിളച്ച് വെള്ളത്തിൽ കിടന്ന ശേഷം അത് നമുക്ക് ഊറ്റിയെടുത്തിട്ട് വെള്ളം മാറിക്കഴിയുമ്പോൾ അരിപ്പയിൽ അരിച്ച ശേഷം സോയ ചങ്ക്സ് നമുക്കിങ്ങനെ എന്താ പറയുക, ഒന്ന് ഞെക്കി കളയണം. അതിൽ ആ വെള്ളമൊക്കെ ഊറ്റി കളയണം. വെള്ളം ഇങ്ങനെ കുടിക്കുമല്ലോ സോയ. എന്നിട്ട് അതെടുത്ത് നമുക്ക് രണ്ടായിട്ട് മുറിച്ച ശേഷം കറി ഉണ്ടാക്കാം. സോയ ചങ്ക്സ് അപ്പോൾ അതേ ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചു, ഉപ്പൊക്കെ ഇട്ട്. അത് കഴിഞ്ഞ് എടുത്ത് നമ്മൾ അരിപ്പയിൽ ഇത് അരിക്കാൻ വെച്ചേക്കാം. ഇതിനിപ്പോൾ ഒന്നും കൂടി നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് രണ്ടായിട്ട് മുറിക്കാം കേട്ടോ. സോയാബീൻ ഇതേ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഞെക്കി പിഴിയണം കേട്ടോ. ഞെക്കി പിഴിയുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ പോവും. എന്നിട്ട് ഇത് രണ്ടാക്കിയിട്ടോ. ഇനി നമുക്ക് ഉലർത്താൻ നോക്കാം. ഇനി നമുക്കിത് ഈ അരിയാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. തക്കാളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഇത് ഇഞ്ചിയാണ്, പിന്നെ ഇത് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഇത് സവാള ഉണ്ട് കേട്ടോ, നീളത്തിൽ അരിഞ്ഞതാണ്, പിന്നെ വേപ്പിലി. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം വഴറ്റാം കേട്ടോ. ചേർക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊടികൾ ചേർത്തിട്ട് നമ്മൾ തക്കാളി ചേർത്താൽ മതി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതാട്ടോ, കാരണം തക്കാളിക്കൊരു വെള്ളമയം ഉണ്ടല്ലോ, ഒരു വെള്ളം ഇറങ്ങില്ലേ തക്കാളിയിൽ. അപ്പോൾ ഇതെല്ലാം വഴറ്റി കഴിയുമ്പോൾ പൊടികൾ ഇങ്ങനെ ശരിക്കും മൂക്കത്തില്ല. നമുക്ക് എന്തെന്ന് പറയണേ, ഒരു പൊടികളൊന്നും ഒരിഞ്ഞ് വരണ്ടേ, എന്നാലേ ഒരു ടേസ്റ്റ് വരുള്ളൂ. തക്കാളി ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ആ വെള്ളമയം ആകുമ്പോൾ പിന്നെ പൊടികൾ മര്യാദയ്ക്ക് മൂക്കത്തില്ല എന്നാണ്, പൊടികളിങ്ങനെ എന്താ പറയുക പാകത്തിന് വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാട്ടോ ഞാൻ അവസാനം പൊടികളൊക്കെ ചേർത്ത ശേഷം മാത്രമേ തക്കാളി ചേർക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതേ സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. പൊടികൾ അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി നല്ലോണം വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സോയ ചങ്ക്സ് ഇടാം. അപ്പോൾ ഏതൊക്കെ ചേർത്തു? സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചേർത്ത് വഴറ്റിയ ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്തു. അത് കഴിഞ്ഞിട്ട് തക്കാളിയും ചേർത്ത് വഴറ്റിയേ. ഇനി നമുക്ക് നമ്മുടെ സോയ ചങ്ക്സ് ഇട്ടിട്ട് നല്ല റോസ്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ശരിക്കും ഒരു ബീഫ് റോസ്റ്റിൻ്റെ ഇത് ഇല്ലേ, നമുക്ക് ആരെങ്കിലും പറ്റിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടെ. സോയ ചങ്ക്സ് ഇതുപോലെ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ്. പിന്നെ എല്ലാ ദിവസവും ഇത് കഴിക്കരുത്, എല്ലാ ദിവസവും കഴിക്കണത് കൊള്ളില്ല എന്ന് പറയുന്നത്. നമുക്ക് പ്രോട്ടീൻ ഇത് കൂടുതലുണ്ട്. അതുപോലെ വേറെ എന്തെയോ ഞാനിവിടെയോ വായിച്ചതാണ് എല്ലാ ദിവസവും ഇത് കഴിക്കരുതെന്ന്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കഴിച്ചെന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പ്രോട്ടീൻ ധാരാളം ഉള്ളതാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഉപയോഗിക്കാം. എന്തായാലും യു മസ്റ്റ് ട്രൈ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ബീഫ് കറി മാറി നിൽക്കും, ബീഫ് റോസ്റ്റ്.